ഹലോ ഗൈസ്, നന്ദുവാണ്. അപ്പോൾ ഒന്ന് വിഷുത്തലേന്നായതുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ട് നേരെ കണിക്കൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാരണവരുണ്ട്, പിന്നെ കുട്ടനുണ്ട്, മണിയേട്ടനുണ്ട്. അപ്പോൾ ഓലൊക്കെ ഇങ്ങനെ കണിക്കൊന്ന് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഞാനും ചെന്ന് പൊട്ടിച്ച് ലോറിൻ്റെ മേലെ കയറി പൊട്ടിച്ച് കുട്ടൻ അത് കഴിഞ്ഞിട്ട് നേരെ മരത്തുമ്മ കയറി കയറിട്ട് ഞങ്ങൾ താത്തി കൊമ്പം പൊട്ടിച്ച് അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് വിടുകയാണ്. വീട്ടിലോട്ട് വിട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി ഒരു അരമണിക്കൂർ കിടന്നേക്ക് അമ്മ കുറച്ച് നേരം തന്നണം. ഇന്ന് വിഷുസംക്രാന്തി കൂടിയല്ലേ, അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ വിഷു തന്നെ വിഷു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ചട്ടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ കൂട്ടുകാരുടെ അടുത്തൊന്ന് ചെന്നു, ഓനെ ഒന്ന് വിസിറ്റ് ചെയ്ത് നേരെ ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ടാണ്. ചിക്കൻ വാങ്ങി നേരെ ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങാണ്ടല്ലോ എന്നുള്ള ലെവലിൽ പച്ചക്കറിയും വാങ്ങി നേരെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങാണ്ടാകും. കണി ഒരുക്കണ്ടേ, അപ്പോൾ കണിക്കുള്ളത് അതും സാധനം വാങ്ങിയിട്ട് നേരെ വണ്ടി എടുത്തു. കുറച്ച് എല്ലാം പെങ്കി പറ്റി നേരെ വീട്ടിലോട്ട് വിട്ടിട്ടു. വീട്ടിൽ ചെന്നപ്പോഴോ അമ്മയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യപ്പം, ഉണ്ണിയപ്പം, പിന്നെ അതുപോലെ തന്നെ ദോശ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ മാവ് കുഴച്ചിടുന്നു, ചുടുന്നു, അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളെത്തും. എല്ലാ കൊല്ലത്തെ പോലെ തന്നെ വിഷു അത്ര വലിയ നേക്ക് കിട്ടണമെന്നില്ല. എന്താണെന്നറിയില്ല, ഇനി പ്രായം കൂടുകയാണോ അതോ എന്തൊക്കെയാണെന്നറിയില്ല, ഒരു വൈബ് കിട്ടുന്നില്ല വിഷുവിൻ്റെ. എന്നിരുന്നാലും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, പടക്കം മേടിക്കാൻ ആദ്യമായിട്ടാണ് വിഷുവിൻ്റെ അന്ന് രാത്രി പോകുന്നത്. എനിക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണെന്നുള്ളത്. മറ്റൊക്കെ 2 ദിവസം മുന്നേ തന്നെ വാങ്ങിയേക്കലുള്ള. അപ്പോൾ പെട്രോൾ പമ്പ് ചെന്നപ്പോൾ ആണെങ്കിലും എടുത്തും വിട്ട് തിരക്ക്, നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പടക്കക്കടയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമുക്കൊരു ബക്കറ്റൊക്കെ കിട്ടി. നല്ല ക്യൂ ആയിരുന്നു. ഒരു ബക്കറ്റൊക്കെ കിട്ടി. എന്തിനാണാവോ വേണ്ട വെച്ചാൽ കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു. നമുക്കിപ്പോൾ വരാനും കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരുമില്ല. അപ്പോൾ നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് പടക്കം മേടിച്ച് കുറച്ച് പൂത്തിരക്ക് മേടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. വീട്ടിലിട്ടപ്പോൾ ഇപ്പോഴും അമ്മേൻ്റെ ദോശ ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് ഇപ്പോൾ എന്താ പറയുക, സംക്രാന്തി ആയതുകൊണ്ട് തന്നെ കാരണന്മാർക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനും കയറി കുക്ക് ചെയ്ത് അപ്പോൾ കൊടുന്ന പടക്കം ഇനിയിപ്പോൾ പൊട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ 2-3 പടക്കങ്ങളും പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ അടുത്തതിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സംക്രാന്തി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ അപ്പം, അതുപോലെ തന്നെ ദോശ, പിന്നെ കുറച്ച് ചോറ്, കുറച്ച് ചിക്കൻ കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കാരണന്മാർക്ക് വെച്ച് കൊടുത്ത് തൊഴുത് പ്രാർത്ഥിച്ച് കൊല്ലം ചെയ്യണ പോലെ തന്നെ ഞങ്ങളിൽ ഒരാളെ ഉൾപ്പെടുത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്താ പറയുക, കരിമരുന്നും ദേശബോധം കത്തിച്ച് ഞങ്ങൾ ആഘോഷിച്ചു.